പന്തൽ കണ്ടിട്ട് കല്യാണം തെറ്റിദ്ധരിക്കേണ്ട അമ്മയുടെ റിട്ടയർമെൻ്റ് ആണ്. എങ്കിലും ഞാനാണ് മെയിൻ എന്നുള്ളതുകൊണ്ട് മേക്കപ്പിനൊട്ടും കുറവ് വരുത്തിയില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ ഓഫീസിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ കല്യാണ തിരക്ക് തന്നെ എവിടെ നോക്കിയാലും ആളുകളെല്ലാവരും പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും നല്ലൊരു സമയമായി കേട്ടോ. അടുത്തായിട്ട് ഫോട്ടോ എടുക്കൽ ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് പെറുക്കിയെടുത്തത് ഇവിടെ കറക്റ്റായിട്ട് നിർത്തി LKG പിള്ളേരെ എങ്ങനെയാണ് പോസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ മാമൻ. എന്നിട്ട് നല്ലൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് പിന്നെ എല്ലാവരെയും കൂട്ടി ഹോളിലോട്ട് പോയി. അതിന് തന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു. സാൻസ്ക്രിറ്റിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം ഞാൻ കോൺവെൻറ്റിലാണ് പഠിച്ച്. അവിടെ ഇങ്ങനൊന്നും അല്ലടേ. പിന്നെ എല്ലാവരെയും ഔദ്യോഗികമായിട്ടങ്ങ് സ്വാഗതം ചെയ്ത് പ്രസംഗമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുട്ടിൻ്റെ ഇടയ്ക്ക് പീര് തിരികെ കയറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പൊന്നാട പിന്നെ പല ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്ന കുട്ടികളെ പോലെ എല്ലാം മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടാണ് അതെല്ലാം തുറന്നു നോക്കാനെന്ന് പറഞ്ഞ് മേടിച്ച് വെക്കുമായിരുന്നു. അമ്മ എന്തായാലും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയെങ്കിലും അതിന് മുന്നേ തന്നെ പലരും കയറി വന്നിട്ട് നല്ല അടിപൊളി ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രാക്കിലോട്ട് വീണപ്പോഴാണ് അവർ അച്ഛനെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചത്. അച്ഛൻ വന്നിട്ട് താനാരാ, തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കട്ടോ ഞാനാരാന്ന് പറയുന്ന രീതിക്കാണ് പ്രസംഗിച്ചിട്ട് പോയത് കേട്ടോ. അടുത്തതായിട്ട് അമ്മ എല്ലാവരോടും നന്ദി പറയുന്ന ചടങ്ങായിരുന്നു. നന്ദിയൊക്കെ ആവശ്യത്തിന് വാരി വിതറിയ ശേഷം ഒരു അത്യാവശ്യം നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് അമ്മ പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നെയും പലരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. കാരണം വീട്ടിലും വേറെ പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ അമ്മേനെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. മുഖ്യാതിഥി ലേറ്റായിട്ടേ വരുള്ളൂ എന്നുള്ള പോലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇനി സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്ന കുട്ടീനെ പോലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നവരും നിന്നവരൊക്കെ ഫുഡ് കഴിക്കലായി കഥ പറച്ചിലായി. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു കേട്ടോ.